ഹായ് കൂട്ടുകാരെ, നമുക്കിനി അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അരിത്തമെറ്റിക് പ്രോഗ്രഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസും അരിത്തമെറ്റിക് പ്രോഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ? അരിത്തമെറ്റിക് സീക്വൻസും അരിത്തമെറ്റിക് പ്രോഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ കാര്യം പറഞ്ഞത്. അതിന് ആദ്യം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് കോമൺ ഡിഫറൻസ്. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. സപ്പോസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ഇറ്റ്സ് ഓൾവേസ് എ കോമൺ ഡിഫറൻസ്. എപ്പോഴും സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം തന്നെ ആവണമെന്നില്ല. വി ക്യാൻ ടേക്ക് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അടുത്തടുത്ത രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. ഇഫ് യു ആർ സപ്പോസ് ടു ആസ്ക് a question regarding the common difference, ഒരു common difference ഒരു particular sequenceന്റെ common difference കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ we just need to find the difference between two consecutive terms. അടുത്തടുത്ത രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. സപ്പോസ് വേറൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഫിഫ്ത്ത് ടേം ഒരു പെർട്ടിക്കുലർ നമ്പർ ആണ് ആൻഡ് 15th ടേം വേറൊരു നമ്പർ ആണ്. സപ്പോസ് ഫിഫ്ത്ത് ടേം 5ഉം 15th ടേം ഈ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി ഫിഫ്ത്ത് ടേമും 15th ടേമും അടുത്തടുത്ത ടേംസ് അല്ല. അങ്ങനെ അടുത്തടുത്ത ടേംസ് അല്ലാതെ കിട്ടുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ടി ഡി ബൈ പി ഡി. ടി ഡി റെഫേഴ്സ് ടു ടേം ഡിഫറൻസ് ആൻഡ് ദിസ് പി ഡി റെഫേഴ്സ് ടു പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ടേംസ് തമ്മിലുള്ള ഡിഫറൻസും പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസിന്റെയും ഫ്രാക്ഷൻ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ രണ്ട് പാറ്റേണിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്കിവിടെ നോക്കിയാലോ, ടി ഡി ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാലോ. 15 മൈനസ് 5. 15 എത്രാമത്തെ ടേം ആണ്? ഫിഫ്ത്ത് ടേം ആണ്. 5 എത്രാമത്തെ ടേം ആണ്? 15th ടേം ആണ്. 5 മൈനസ് 15. ഒബ്വിയസ്ലി ദിസ് കോമൺ ഡിഫറൻസ് വിൽ ബി -1. നിങ്ങൾ സാധാരണ ഈ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഫിഫ്ത്ത് ടേം 15, 15th ടേം 5. ഈ ഒരു പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ കോമൺ ഡിഫറൻസ് ഓൾവേസ് -1 ആയിരിക്കും. അപ്പൊ ആ ഒരു ട്രിക്കും കൂടെ ഓർത്ത് വെച്ചോണേ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നതാണ് പറഞ്ഞു. ഹിയർ വി ഹാവ് ദി ജനറൽ ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. a plus d, a plus 2d, a plus 3d അങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? a plus n minus 1 into d. n refers to nth ടേം. a എന്താണ്? ഫസ്റ്റ് ടേം ആണ്. d refers to the common difference. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന പാറ്റേൺ ഞാൻ പറഞ്ഞേ. അടുത്തടുത്ത രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടേംസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടി ഡി ബൈ പി ഡി എടുക്കാം. ടി ഡി റെഫേഴ്സ് ടു ടേം ഡിഫറൻസ് ആൻഡ് പി ഡി റെഫേഴ്സ് ടു പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, അപ്പോ nth ടേമിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ, a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഓക്കെ, ഇനി ചില ക്വസ്റ്റ്യൻസിൽ ഒരു പെർട്ടിക്കുലർ നമ്പേഴ്സിന്റെ നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ തന്നിട്ട് അതിന്റെ മിഡ് ടേം കണ്ടുപിടിക്കാൻ ചോദിക്കും. അങ്ങനെ ഇൻ കേസ് മിഡിൽ ടേം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സം ഡിവൈഡഡ് ബൈ നമ്പർ. ഫോർ ആൻ എക്സാമ്പിൾ, സം ഓഫ് 7 ടേംസ് 15 ആണെന്ന് വെച്ചു, അല്ലെങ്കിൽ സം ഓഫ് 7 ടേംസ് 28 ആണ് എന്ന് വരിക്കും. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം 7 ടേംസിന്റെ മിഡിൽ ടേം ഏതാ വരിക? 7 ടേംസിന്റെ മിഡിൽ ടേം വരുന്നത് 4th ടേം ആണ്. അതായത് 4th ടേം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ സം ഓഫ് ടേംസ് 28നെ എത്ര ടേംസിന്റെ സമ്മ? 7 ടേംസിന്റെ സമ്മ അല്ലേ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര വരിക? 4th ടേം will be 28 divided by 7. 7ന്റെ ടേബിളിൽ 28 വരുന്നത് എപ്പോഴാ? 4. 4th ടേം will be 4 itself. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? മിഡിൽ ടേം കിട്ടും. ഗഡൻ. അപ്പോ മിഡിൽ ടേം കണ്ടുപിടിക്കുന്ന പാറ്റേൺ എന്താണ്? സം ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. nth ടേം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? a plus n minus 1 into d. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? a2 minus a1. a2 minus a1 എന്ന് മാത്രമല്ല, ഏത് അടുത്തടുത്ത ടേംസ് തമ്മിൽ വേണേലും മൈനസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ടി ഡി ബൈ പി ഡിയുടെ കാര്യം കൂടെ പറഞ്ഞു. ടി ഡി റെഫേഴ്സ് ടു ടേം ഡിഫറൻസ് ആൻഡ് പി ഡി റെഫേഴ്സ് ടു പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. സം ഓഫ് ഫസ്റ്റ് n ടേംസ്. സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കുന്ന രണ്ട് രീതിയിലുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് ഇൻഫിനിറ്റ് സീരീസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫൈനൈറ്റ് സീരീസ്. ഇൻഫിനിറ്റ് സീരീസ് ആണെങ്കിൽ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n by 2 into 2a plus n minus 1 into d. n by 2 into 2a plus n minus 1 into d. a refers to the first term, d refers to the common difference. ഇത് ഇൻഫിനിറ്റ് സീരീസ് ആണെങ്കിലാണ് ഈ ഒരു പാറ്റേണിൽ ചെയ്യാം. ഫൈനൈറ്റ് സീരീസ് ആണെങ്കിലോ
ഫൈനൈറ്റ് സീരീസ് ആകുമ്പോൾ n/2 into first term plus last term. A refers to the first term and L refers to the last term. അപ്പോൾ എന്താണ് ഫൈനൈറ്റ് സീരീസും എന്താണ് ഇൻഫിനിറ്റ് സീരീസും? ഫൈനൈറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഫൈനൈറ്റ് നമ്പർ ഓഫ് സീക്വൻസ് ഉണ്ടാവും. അതായത് ഒരു ഫസ്റ്റ് ടേം ഉണ്ടാവും, ഒരു ലാസ്റ്റ് ടേം ഉണ്ടാവും. ഇൻഫിനിറ്റ് സീരീസിൽ എന്തുണ്ടാവില്ല? ലാസ്റ്റ് ടേം ഉണ്ടാവില്ല. അത് ബേസ് ചെയ്ത് നമുക്ക് ഏത് ഇക്വേഷൻ വേണമെന്ന് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഇനി സം ഓഫ് സ്പെഷ്യൽ സീക്വൻസസ്. സം ഓഫ് സ്പെഷ്യൽ സീക്വൻസ് എന്ന് പറയുമ്പോഴത്തേക്കൂടെ സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സം. നാച്ചുറൽ നമ്പേഴ്സ് ഏതാ? 1 plus 2 plus 3 plus etc. സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇക്വേഷൻ എന്താ? n into n plus 1/2. n into n plus 1/2. കുറച്ചുകൂടെ എളുപ്പം നമുക്ക് ഈവൻ നമ്പേഴ്സ് എടുക്കാം. 2 plus 4 plus 6 plus etc. ഈ ഡിവൈഡഡ് ബൈ 2 ഉണ്ടല്ലോ, അതങ്ങ് മാറ്റാൻ ഉണ്ടാവും. ഈവൻ നമ്പേഴ്സിന്റെ സം ആവും n into n plus 1. എങ്ങനെയാ? n into n plus 1. ഓഡ് നമ്പേഴ്സിന്റെ സം നോക്കിയാലോ? 1 plus 3 plus 5 plus etc. ഓഡ് നമ്പേഴ്സിന്റെ സം ആണെങ്കിലോ it is n square. Got it? Sum of n natural numbers എന്താണ്? n into n plus 1/2. ഈവൻ നമ്പേഴ്സ് ആകുമ്പോഴോ ഈ ഡിവൈഡഡ് ബൈ 2 അങ്ങ് മാറ്റി കളയാം. എന്താ പറയാ? n into n plus 1. ഓഡ് നമ്പേഴ്സ് ആണെങ്കിലോ n square. Got it? അപ്പോ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് സ്പെഷ്യൽ സീക്വൻസസ്, nth ടേം, മിഡിൽ ടേം, കോമൺ ഡിഫറൻസ്, ഈ കാര്യങ്ങളൊക്കെ ഇക്വേഷൻസ് മനസ്സിലായല്ലോ. അപ്പോ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഈ ഒരു സെഷൻ യൂസ് ചെയ്യുക. ടിൽ ദെൻ അപ്പോൾ നിങ്ങൾക്ക് സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ ഇക്വേഷൻ, ഫൈനൈറ്റ് സീക്വൻസിന്റെ ഇക്വേഷനും ഇൻഫിനിറ്റ് സീക്വൻസിന്റെ ഇക്വേഷനും അതുപോലെ തന്നെ സ്പെഷ്യൽ സീക്വൻസിന്റെ ഇക്വേഷൻ എല്ലാം എളുപ്പം ഇനി മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്തൊക്കെ നോക്കി? nth ടേമിന്റെ ഇക്വേഷൻ നോക്കി, അതുപോലെ തന്നെ മിഡിൽ ടേമിന്റെ ഇക്വേഷൻ നോക്കി, പിന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന പാറ്റേൺ ഒക്കെ നമ്മൾ നോക്കി. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻസ് എല്ലാം ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാവുക. നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടൈം, next chapter, next session. Till then, bye.